ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഹിന്ദി എക്സാമിന്റെ ആൻസർ കീ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തേത് सूचना झटपट और नटखट कहानी का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. झटपट और नटखट എന്ന കഥയിലെ ഈ ഭാഗം വായിച്ചു നോക്കിയിട്ട് 1 തൊട്ട് 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമൂനെ के अनुसार लिखें. മാതൃക പോലെ എഴുതുക. നട്ട്ഖട്ട് റോത്താ ഹെ, നട്ട്ഖട്ട് റോ റഹാ ഹെ. ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. പ്രസൻറ്റ് ടെൻസിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് ആക്കി മാറ്റാണ്. നട്ട്ഖട്ട് കരയുന്നു, നട്ട്ഖട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് മാ സുൻതി ഹെ എന്ന് കൊടുത്തിട്ടുണ്ട്. അമ്മ കേൾക്കുന്നു, അമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ മാ സുൻ റഹി ഹെ എന്ന് എഴുതണം. രണ്ടാമത്തെ ചോദ്യം കാഗസ് കി നാവ് ബനാന കോൺ സിഖായിക. കടലാസ് തോണി ഉണ്ടാക്കാൻ ആര് പഠിപ്പിക്കും? കടലാസ് തോണി ഉണ്ടാക്കാൻ നട്ട്ഖട്ടിനാണ് അറിയാവുന്നത്. അപ്പോൾ നട്ട്ഖട്ടാണ് झटपट പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. ആൻസർ ആയിട്ട് കാഗസ് കി നാവ് ബനാന നട്ട്ഖട്ട് സിഖായേഗ എന്ന് എഴുതണം. മൂന്നാമത്തേത് നട്ട്ഖട്ട് ने अपना अनुभव बताते हुए मित्र के नाम पर पत्र लिखा. नटखट का पत्र कल्पना करके लिखें. നട്ട്ഖട്ട് ഈ വെള്ളത്തിൽ വീണ സംഭവമൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിനൊരു കത്ത് എഴുതുന്നുണ്ട്. ആ സംഭവമൊക്കെ പറയാനായിട്ട് ഫ്രണ്ടിന് കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു കത്ത് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലൈക്ലി ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്ററിൽ ആദ്യം തന്നെ സ്ഥലം എഴുതണം. പാലക്കാട് എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ഡേറ്റ് എഴുതണം. 20th March 2025 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ പ്രിയ മിത്ര, തും കേസേ ഹോ, നിനക്ക് സുഖമല്ലേ, ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. മേ തോ ഠീക്ക് ഹൂം, എനിക്ക് സുഖമാണ്. തുമ്ഹാരി ബഹൻ കേസി ഹെ, നിൻ്റെ അനിയത്തിക്ക് സുഖമല്ലേ. और तुम्हारी माँ बाप कैसे हैं, നിൻ്റെ വീട്ടിൽ അച്ഛനമ്മയ്ക്കൊക്കെ സുഖമല്ലേ. സുനോ ആജ് एक घटना हुई, ഇന്ന് ഒരു സംഭവം ഉണ്ടായി. मैं नाव बहाने के लिए नदी किनारे गया पर पैर फिसलकर मैं नदी में गिर पड़ा. ഇന്ന് ഞാൻ തോണി ഒഴുക്കാനായിട്ട് നദിയുടെ തീരത്തേക്ക് പോയി, പക്ഷേ എൻ്റെ കാല് വഴുക്കിയിട്ട് ഞാൻ നദിയിലേക്ക് വീണു. लेकिन झटपट ने मुझे बचा लिया, പക്ഷെ झटपट എന്നെ രക്ഷിച്ചു. जब मैं पानी में गिरा तब मुझे लगा कि मैं बचूंगा नहीं, ഞാൻ വെള്ളത്തിൽ വീണപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നാണ്. लेकिन अब सोचूं तो मुझे लगता है कि यह बहुत साहसी घटना थी. ആ സമയത്ത് ഞാൻ പേടിച്ചുവെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്നാണ്. തുമ്ഹാരി പഠായി कैसे चल रही है, നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോണു. और तुम छुट्टियों में क्या करने वाले हो, നീ വെക്കേഷനിൽ എന്താ ചെയ്യാൻ പോണേ. मैं तो तैरना सीखने वाला हूँ, ഞാൻ നീന്തൽ പഠിക്കാൻ പോവാണ്. झटपट നട്ട്ഖട്ടിനെ നീന്തൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ കാര്യം പറയണം, ഞാൻ നീന്തൽ പഠിക്കാൻ പോവാണെന്ന് പറയാണ്. തും ഭി മുझे പത്ര ലിഖാ കരോ, നീയും എനിക്ക് ലെറ്ററൊക്കെ എഴുത് എന്ന് പറയാണ്. തുമ്ഹാരെ പത്ര കി പ്രതീക്ഷ മേ മിത്ര നട്ട്ഖട്ട്, നിൻ്റെ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സുഹൃത്ത് നട്ട്ഖട്ട് എന്ന് എഴുതി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താഴെ ഒരു ബോക്സ് വരച്ചിട്ട് സേവാമേ നാം സ്ഥാൻ എന്ന് എഴുതണം. അടുത്തത് സൂചന ഗാന്ധിജി की घड़ी चोरी चली गई लेख का अंश पढ़कर प्रश्न 4 और 5 के उत्तर लिखें. ഗാന്ധിജി की घड़ी चोरी चली गई എന്ന ആർട്ടിക്കിളിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചോദ്യങ്ങൾ 4നും 5നും ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം നോക്കാം. മുझे में निहित സർവനാം കോൺസാ ഹെ, മുझे എന്ന വേർഡിലുള്ള സർവനാം ഏതാണ്, പ്രോനൗൺ ഏതാണ്. മേ പ്ലസ് കോ ആണ് മുझे എന്ന് നമുക്കറിയാം. അപ്പോൾ മുझेയിലുള്ള സർവനാം മേ ആണ്. അപ്പോൾ മേ എന്ന് എഴുതുക. അഞ്ചാമത്തേത് उपरयुक्त संदर्भ के आधार पर गांधी जी और माउंटबेटन के बीच की संभावित बातचीत लिखें. മുകളിൽ കൊടുത്തിരിക്കുന്ന സന്ദർഭത്തെ ബേസ് ചെയ്തിട്ട് ഗാന്ധിജിയും മൗണ്ട് ബേട്ടനും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം മൗണ്ട് ബേട്ടൻ പറയാണ് ആയേ ബൈഠിയേ ജി, വരൂ ഇരിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഗാന്ധിജി പറയാണ് ഹാ ധന്യവാദ്, ശരി താങ്ക് യു എന്ന് പറയാണ്. മൗണ്ട് ബേട്ടൻ ക്യാ ബാത് ഹൈ ആപ് പരേഷാൻ ദിഖ് രഹേ ഹൈ. ഗാന്ധിജി വന്നിരുന്നപ്പോൾ മൗണ്ട് ബേട്ടൻ ചോദിക്കുകയാണ് എന്ത് പറ്റി, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയ പോലെ ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ ഗാന്ധിജി പറയാണ് ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കീജിയേ മുझे സർദി ലഗ് രഹി ഹൈ. ഈ റൂം കൂളർ ഒന്ന് ഓഫാക്കോ പ്ലീസ്, എനിക്ക് തണുക്കുന്നുണ്ട് എന്ന് പറയാണ് ഗാന്ധിജി. അപ്പോൾ മൗണ്ട് ബേട്ടൻ പറയാണ് ठीक है आप शाकाहारी हैं क्या, ശരി ഓഫാക്കാമെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്
നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? ശാകാഹാരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ എന്നാണ് അർത്ഥം. ഗാന്ധിജി: ഹാ, അതെ എന്ന് പറയുന്നത് ഗാന്ധിജി. മൗണ്ട് ബേറ്റൻ: ആപ് അഭി ഭി ബേചൈൻ ദിഖ് രഹേ ഹൈ. നിങ്ങൾ ഇപ്പോഴും ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ട്, നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയ പോലെ ഉണ്ട്, എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഗാന്ധിജി: മേരി പ്യാരി ഗടി ചോരി ഹോ ഗയി. എൻ്റെ പ്രിയപ്പെട്ട വാച്ച് മോഷ്ടിക്കപ്പെട്ടു. മൗണ്ട് ബേറ്റൻ: കഹാ സെ ചോരി ഹുയി. എവിടെ വെച്ചിട്ടാണ് മോഷ്ടിക്കപ്പെട്ടത്? ഗാന്ധിജി: റെയിൽ ഗാഡി സെ. ട്രെയിനിൽ വെച്ച്. മൗണ്ട് ബേറ്റൻ: മുझे യക്കീൻ ഹൈ കി ഹം ഉസ് ചോർ കോ പക്കഡ് സക്തേ ഹൈ. എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ആ കള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് എന്ന് മൗണ്ട് ബേട്ടൻ പറയാണ്. അപ്പോൾ ഗാന്ധിജി പറയാണ് ടീക്ക് ഹേ, ശരി. ഇത്ര എഴുതിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന സന്ദർഭത്തിൽ എഴുതാനായിട്ട് അധികമില്ല. ആ റൂം കൂളർ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വാച്ച് കളഞ്ഞു പോയ കാര്യമൊക്കെ എഴുതാവുന്നതാണ്. അടുത്തത് സൂചന. കബ് തക് കവിത കി പങ്ക്തിയാ പഠേ और 6 से 8 तक के प्रश्नों के उत्तर लिखें. കബ് തക് എന്ന കവിതയിലെ വരികൾ കൊടുത്തിട്ട് താഴെ അത് വായിച്ചിട്ട് 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം വായിക്കാം. കബ് തക് കവിത കിസ്കി രചന ഹെ. കബ് തക് എന്ന കവിത എഴുതിയത് ആരാണ്? വന്ദന ടേറ്റയാണ് കബ് തക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വന്ദന ടേറ്റെ എന്നാണ് എഴുതേണ്ടത്. 7ാമത്തേത് സമാൻ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. ഇതേ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ऐसी प्रतीक्षा मत करो कि तुम्हारे लिए संघर्ष करने कोई आएगा. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേറൊരാൾ വരും എന്ന് പ്രതീക്ഷിക്കരുത്. ഇതേ അർത്ഥം വരുന്ന വരികൾ और कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े എന്നാണ്. और തൊട്ട് ലഡേ വരെ എഴുതണം. 8ാമത്തെ ചോദ്യം നോക്കാം. कवि और कविता का परिचय देते हुए इन पंक्तियों का आशय लिखें. കബ് തക് എന്ന കവിതയിലെ ഈ വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആധുനിക് കവയത്രി വന്ദന ടേറ്റെ की एक सुंदर कविता है കബ് തക്. ഹിന്ദി സാഹിത്യത്തിലെ മോഡേൺ പോയറ്റ് ആയിട്ടുള്ള വന്ദന ടേറ്റയുടെ വളരെ മനോഹരമായ ഒരു കവിതയാണ് കബ് തക്. इसमें कवयत्री कहती है कि हमारी पहचान जानने के लिए हमें दूसरों की प्रतीक्षा नहीं करना चाहिए. ഇതിൽ കവയത്രി പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കാത്തിരിക്കരുത്, മറ്റുള്ളവർ നമ്മളെ സഹായിക്കും എന്നാലോചിച്ച് കാത്തിരിക്കരുത്. ഹമാരി പഹചാൻ കെ ലിയെ ഹമേ ഖുദ് ലഡ്നാ ചാഹിയെ. നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. കവയത്രി कहती है कि अगर प्रतीक्षा करते हो कि कोई और आकर तुम्हारी रक्षा करेगा तो यह प्रतीक्षा व्यर्थ है. കവയത്രി പറയുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ്. ഹമാരി സഹായത കെ ലിയെ കോയി നഹി പഹുഞ്ചേഗ. നമ്മളെ സഹായിക്കാൻ പുറത്തുനിന്നൊരാൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടണം എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അടുത്തത് സൂചന. രാജ और विद्रोही नाटक का यह अंश पढ़ें और 9 से 11 तक के प्रश्नों के उत्तर लिखें. രാജ और വിദ്രോഹി എന്ന നാടകത്തിലെ ഈ ഭാഗം വായിച്ചു നോക്കിയിട്ട് 9 തൊട്ട് 11 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം നോക്കാം. കിസ്നെ രാജാസെ രാജ് മുക്കുട്ട് ഉത്താർനെ കോ കഹ. ആരാണ് രാജാവിനോട് കിരീടം അഴിക്കാൻ പറഞ്ഞത്? ഈ ലൈൻസ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ന്യായാധീഷാണത് പറഞ്ഞത്. അപ്പോൾ ന്യായാധീഷിനെ രാജാസെ രാജ് മുക്കുട്ട് ഉത്താർനെ കോ കഹ എന്ന് എഴുതണം. ന്യായാധീഷ് ആണ് രാജാവിനോട് കിരീടം അഴിക്കാൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യായാധീഷ് ജനതാ കോ സസ ക്യോं नहीं देता है. ന്യായാധീഷ് എന്തുകൊണ്ടാണ് ജനങ്ങളെ പനിഷ് ചെയ്യാത്തത്? ഇതിൻ്റെ ആൻസറായിട്ട് ക്യോंकि ന്യായ് ജനതാ കെ ഹാത്ത് മേ ഥി. എന്തുകൊണ്ടെന്നാൽ ന്യായം ജനങ്ങളുടെ കയ്യിലായിരുന്നു. और पूरी सेना भी उनके साथ थी. അവരുടെ മുഴുവൻ സേനയും ജനങ്ങളുടെ കൂടെ ആയിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ജനതയെ ഈ ന്യായാധീഷ് പനിഷ് ചെയ്യാതിരുന്നത്. അടുത്തത് സംകേതോं की मदद से राजा के चरित्र पर टिप्पणी लिखें. താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച് രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഹിൻസ് വായിക്കാം. ശക്തി പർ ഘമണ്ഡ് കർണേ വാല. പവറിൽ അഹങ്കരിക്കുന്ന ആൾ. അയാൾക്ക് രാജാവിൻ്റെ ഒരു പദവി കിട്ടിയെന്നുള്ളത് കൊണ്ട് ആ പദവിയിൽ അഹങ്കരിക്കുന്ന ആൾ. ചാപ്ലൂസി പസന്ത് കർണേ വാല. മുഖസ്തുതി ഇഷ്ടപ്പെടുന്ന ആൾ. യുദ്ധ മേ തത്പർ രഹനെ വാല. യുദ്ധത്തിൽ താല്പര്യമുള്ള ആൾ. ബദ്ലാവ് കോ സ്വീകാർ കർണേ വാല. മാറ്റത്തെ സ്വീകരിക്കുന്ന ആൾ. ഇതെല്ലാം വെച്ച് നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കണം.
रवींद्रनाथ ടാഗോർ के नाटक राजा और विद्रोही का मुख्य पात्र है राजा. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകമായിട്ടുള്ള രാജ और വിദ്രോഹി. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകം രാജ और വിദ്രോഹിയിലെ മുഖ്യ കഥാപാത്രമാണ് രാജ. വ ബഹുത് ഘമണ്ഡി ആദ്മി ഹെ. അയാൾ വളരെ അഹങ്കാരിയായ മനുഷ്യനാണ്. ഉസ്കാ വിശ്വാസ് യഹ് ഹെ കി വ സബ്സെ ബൽവാൻ ഹെ. അയാൾ വിശ്വസിക്കുന്നത് അയാൾ എല്ലാവരെക്കാളും ശക്തിശാലിയാണ് എന്നാണ്. വ ചാപ്ലൂസി പസന്ദ് കർനെ വാല ഹെ. അയാൾ മുഖസ്തുതി ഇഷ്ടപ്പെടുന്ന ആളാണ്. വ യുദ്ധമേ തത്പർ രഹനെ വാല ഹെ. അയാൾ യുദ്ധത്തിൽ താല്പര്യമുള്ള ആളാണ്. നാടക് के अंत में राजा ने अपना राज मुकुट उतार दिया. इससे हमें पता चलता है कि राजा बदलाव को स्वीकार करने वाला है. നാടകത്തിൻ്റെ അവസാനം ഈ രാജാവ് തൻ്റെ കിരീടം അഴിച്ചു വെക്കുകയാണ്. അതായത് ആ ഒരു പദവിയിൽ നിന്ന് ഒഴിയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ രാജാവ് മാറ്റത്തെ സ്വീകരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. സഹി മിലാൻ കരേം. മാച്ച് ദ ഫോളോയിങ് ആണ്. രാജാരൺ, രാജേനെ, ഹേം, ജനത എന്നൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ രാജാ കെ പ്രതി വിദ്രോഹ കാ നേതൃത്വ കർത്താ ഹെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹേം കെ പക്ഷ് മേ ഹെ രാജാ കി ചാപ്ലൂസി കർത്താ ഹെ ജിതേൻ കോ അപ്നാ മന്ത്രി ബനായ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം രാജാരൺ എന്താണ് ചെയ്യുന്നത്? രാജാ കി ചാപ്ലൂസി കർത്താ ഹെ. രാജാവിനെ പറ്റി മുഖസ്തുതി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാരണും രാജാ കി ചാപ്ലൂസി കർത്താ ഹെ മാച്ച് ചെയ്യണം. അടുത്തത് രാജേൻ ജിതേൻ കോ അപ്നാ മന്ത്രി ബനായ. രാജേൻ ജിതേനെ സ്വന്തം മന്ത്രിയാക്കി. കഥയുടെ ആദ്യ ഭാഗത്തിലുള്ളതാണിത്. ഹേം ചെയ്തത് രാജാ കെ പ്രതി വിദ്രോഹ കാ നേതൃത്വ കർത്താ ഹെ. രാജാവിനെതിരെയുള്ള വിദ്രോഹം എന്ന് പറഞ്ഞാൽ കലാപം അല്ലെങ്കിൽ വിപ്ലവം എന്നൊക്കെയാണ് അർത്ഥം. വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നു. അടുത്തത് ജനത ഹേം കെ പക്ഷ് മേ ഹെ. ഹേമിൻ്റെ കൂടെയാണ് ജനത ഉള്ളത്. രാജാവ് ചെയ്യുന്നത് അന്യായമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമിൻ്റെ കൂടെ ജനത നിൽക്കുന്നത് നമുക്ക് ഈ നാടകത്തിൽ കാണാൻ സാധിക്കും. അടുത്തത് ബോൺസായ് കവിത की पंक्तियाँ पढ़ें. प्रश्न 12 और 13 के उत्तर लिखें. ബോൺസായ് എന്ന കവിതയിലെ വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചോദ്യങ്ങൾ 12ഉം 13ൻ്റെയും ഉത്തരം എഴുതുക. അപ്പോൾ 12ാമത്തെ ചോദ്യം നോക്കാം. യഹാം പരിവർത്തൻ കെ അർത്ഥ് മേ പ്രയുക്ത് ശബ്ദ് കോൺസാ ഹെ. ഇവിടെ പരിവർത്തൻ അതായത് ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡ് ഏതാണ്? താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗംല, തബ്ദീൽ, ആംഗൻ, ഹസ്രത്ത്. ഗംല എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി എന്നാണ് അർത്ഥം. തബ്ദീൽ എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് തന്നെയാണ് അർത്ഥം. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ തബ്ദീലാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി. പതുക്കെ പതുക്കെ ഞാൻ ബോൺസായി ആയി മാറി. സേ ആപ്നെ ക്യാ സംജ. ഈ ലൈന് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ड्राइंग रूम में गमले में लगा वह पौधा प्रकृति से अलग होकर धीरे धीरे बड़ा होने लगा. ഡ്രോയിങ് റൂമിൽ ചെടിച്ചട്ടിയിൽ വെച്ചിരുന്ന ആ ചെടി പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് വളരാൻ തുടങ്ങി. വ ബോൺസായി കെ റൂപ് മേ ഛോട്ടാ പൗധാ ഹി രഹ. അത് ബോൺസായിയുടെ രൂപത്തിൽ ഉള്ള പോലത്തെ ഒരു ചെറിയ ചെടിയായി തന്നെ നിലനിന്നു. അടുത്തത് സൂചന. ഘർ പേड़ और तारे की याद लोक कथा का यह अंश पढ़ें. प्रश्न 14 और 15 के उत्तर लिखें. ഘർ പേड़ और तारे की याद എന്ന ഫോക്ക് ടെയിലിലെ ഭാഗം വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങൾ 14ഉം 15നും ഉത്തരം എഴുതുക. 14ാമത്തെ ചോദ്യം നോക്കാം. വിശേഷൺ ശബ്ദ് ചുൻകർ ലിഖേ. ഡിസ്ക്രൈബിംഗ് വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ദർവാസ, ലഡ്ക, ബൂഡെ, ആസു. ദർവാസ എന്ന് പറഞ്ഞാൽ ഡോർ എന്നാണ് അർത്ഥം. ലഡ്ക ആൺകുട്ടി, ബൂഡെ വയസ്സായ, ആസു കണ്ണുനീര്. ആൻസർ ബൂഡെ ആണ്. വിശേഷൻ ശബ്ദ് ബൂഡെ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാലോं के बाद बच्चों की वापसी से पिताजी बहुत खुश हुए. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ വളരെ സന്തോഷവാനായി. പിതാജി കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അച്ഛൻ്റെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം, പിന്നെ ഡേ എഴുതണം. 22 മാർച്ച് 2025. 22 മാർച്ച് 2025. ശനിവാർ ശനിയാഴ്ച.
आज तक मेरे जीवन में दुख था. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളായിരുന്നു. ലേക്കിൻ ആജ് मैं बहुत खुश हूँ. പക്ഷെ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. मेरे बच्चे वापस आ गए हैं. എൻ്റെ കുട്ടികൾ തിരിച്ചു വന്നിരിക്കുന്നു. वह बड़े हो गए हैं. അവർ വലുതായി. और बहुत सुंदर दिखते हैं. അവരെ കാണാൻ നല്ല ഭംഗിയാണ്. अब मुझे ऐसा लग रहा है कि मेरा लक्ष्य पूरा हो गया है. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നാണ്. आज का दिन मेरे लिए और मेरी पत्नी के लिए बहुत अच्छा दिन था. ഇന്നത്തെ ദിവസം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വളരെ നല്ല ദിവസമായിരുന്നു. आज से मैं अपने बच्चों के साथ अपना जीवन बिताऊंगा. ഇന്നു മുതൽ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കും. ഡയറി എഴുതിയില്ലെങ്കിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്. കൈ ബच्चे आज भी युद्ध के शिकार हैं. പല കുട്ടികളും ഇന്നും യുദ്ധത്തിനിരകളാണ്. संकेतों की मदद से लड़ाई किसी समस्या का समाधान नहीं विषय पर लेख लिखें. താഴെ തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ചിട്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന വിഷയത്തിൽ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് എഴുതണം. ലഡായി സമസ്യ കാ സമാധാൻ നഹി. യുദ്ധം ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. യുദ്ധ ഹമേഷ വിനാശ് കാ കാരൺ ബൻതാ ഹെ. യുദ്ധം എപ്പോഴും നാശത്തിന് കാരണമാകും, നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. इससे अशांति फैलती है तथा शांतिपूर्ण जीवन नष्ट हो जाता है. യുദ്ധം കാരണം അശാന്തിയാണ് ഉണ്ടാവുന്നത്, ഒരു ശാന്തിപൂർണമായ ജീവിതം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. युद्ध के परिणाम स्वरूप बीमारियों का फैलाव होता है. യുദ്ധത്തിൻ്റെ പരിണാമമായിട്ട്, യുദ്ധത്തിൻ്റെ റിസൾട്ടായിട്ട് കുറേ അസുഖങ്ങൾ പടരും. यहाँ तक कि बुनियादी सुविधाएं भी नष्ट हो जाती हैं. യുദ്ധം കാരണം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭിക്കാതെയാവും. യുദ്ധ കെ ബാദ് ലോഗ് പലായൻ കർത്തെ ഹെ. യുദ്ധത്തിന് ശേഷം അവിടെയുള്ള ആൾക്കാർ പലായനം ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും. യുദ്ധ സബ്കെ ജീവൻ കോ ബർബാദ് കർത്താ ഹെ. യുദ്ധം എല്ലാവരുടെയും ജീവിതത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. യഹ് കഭി ഭി സമസ്യാओं का हल नहीं है. യുദ്ധം ഒരിക്കലും പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. അടുത്തത് राजा और विद्रोही नाटक का यह अंश पढ़ें और 16 से 18 तक के प्रश्नों के उत्तर लिखें. രാജ और വിദ്രോഹി എന്ന നാടകത്തിലെ ഈ ഭാഗം വായിച്ചിട്ട് 16 തൊട്ട് 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 16ാമത്തെ ചോദ്യം നോക്കാം. कौन अपने को सबसे बलवान मानता है. ആരാണ് താൻ ഏറ്റവും ബലവാനാണ്, ഏറ്റവും ബലശാലിയാണ് എന്ന് വിചാരിക്കുന്ന ആൾ? ഓപ്ഷൻസ് നോക്കാം. ഉപേൻ, മതി, രാജേൻ, സേനാപതി. രാജേനാണ് അല്ലേ? അപ്പോൾ രാജേൻ എന്നുള്ളതാണ് ആൻസർ. രാജേനാണ് താൻ ഏറ്റവും ശക്തിശാലിയാണെന്ന് വിചാരിക്കുന്ന ആൾ. അടുത്തത് വാക്യക്കോ ആകെ ബഡായേ. വാക്യ പിരമിഡ് പോലത്തെ തന്നെയാണിത്. വാക്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഒരു സെൻറ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ബ്രാക്കറ്റിൽ രാജാ കാ എന്നും കൊടുത്തിട്ടുണ്ട്, നാടക് മേ എന്നും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. രാജേൻ കർത്താ ഹെ. രാജേൻ ചെയ്യുന്നു. രാജേൻ അഭിനയ് കർത്താ ഹെ. രാജേൻ അഭിനയിക്കുന്നു. രാജേൻ നാടക് മേ അഭിനയ് കർത്താ ഹെ. രാജേൻ നാടകത്തിൽ അഭിനയിക്കുന്നു എന്നാണ് ആദ്യം എഴുതേണ്ടത്. അടുത്തത് രാജേൻ നാടക് മേ രാജാ കാ അഭിനയ് കർത്താ ഹെ. രാജേൻ നാടകത്തിൽ രാജാവായിട്ട് അഭിനയിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 27 विश्व थिएटर दिवस है. इस अवसर पर आपके विद्यालय में हिंदी क्लब के नेतृत्व में राजा और विद्रोही नाटक का मंचन होने वाला है. इसके लिए പോസ്റ്റർ തയ്യാർ करें. മാർച്ച് 27 വേൾഡ് തിയേറ്റർ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ രാജാ और വിദ്രോഹി എന്ന നാടകം അവതരിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഹെഡിങ് ആയിട്ട് രാജാ और വിദ്രോഹി എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ നാടക് കി പ്രസ്തുതി അല്ലെങ്കിൽ നാടക് കാ മഞ്ചൻ എന്ന് എഴുതണം. അടുത്തത് സ്ഥാൻ എഴുതണം. സ്ഥാൻ സഭാഗ്രഹ്, അതായത് ഓഡിറ്റോറിയം. സമയ് സുബഹ് 9 ബജെ, രാവിലെ 9 മണി. താരീഖ് 27/3/2025. അവതരൺ നവി എൻ കി ഛാത്രായേ. അവതരിപ്പിക്കുന്നത് 9ാം ക്ലാസ് എൻ ഡിവിഷനിലെ വിദ്യാർത്ഥിനികൾ. സബ്കാ സ്വാഗത് ഹെ. എല്ലാവർക്കും സ്വാഗതം. സഞ്ചാലക് ഹിന്ദി ക്ലബ്. ഇത് സംഘടിപ്പിക്കുന്നത്, ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഹിന്ദി ക്ലബ്ബാണ്. അപ്പോൾ അടുത്തത് നമ്മളെല്ലാവരും 10th ഈ വർഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറുകയാണ്.
ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ 10th ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.